അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവരാജ്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ പലപ്പോഴും നമുക്കില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ശരിയായ വിധത്തിൽ മനസ്സിലാകത്തില്ല. നമ്മൾ പറയും, എനിക്ക് ബൈബിൾ അറിയാം, ഞാൻ ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുന്നതാണ്, ബൈബിൾ പഠിച്ചിട്ടുള്ളതാണ്, ഇതിനപ്പുറം എന്താണ് ബൈബിളിലുള്ളത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവരാജ്യം എന്ന ആഴമേറിയ അനുഭവം, അത് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി നമുക്കതിൽ ജീവിക്കുവാനായി കഴിയും. അതിൽ കർത്താവ് നിങ്ങളെ ജീവിപ്പിക്കട്ടെ. ചില ബോധ്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകട്ടെ. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലുപ്പമുള്ളതാ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. സ്പിരിച്വൽ വേൾഡ് എന്ന് പറയാം അല്ലേ, ദൈവത്തിൻ്റെ രാജ്യം. അതായത് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുമ്പോൾ ആത്മാക്കൾ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന ആ രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിലാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ രാജ്യത്തെ പറയുന്ന പേരാണ് ആത്മീയ ലോകം എന്ന് പറയുന്നു. ആത്മീയ ലോകത്തിലായിരിക്കുന്ന പലതും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ ആത്മീയരാണെന്ന് പറയും, ആത്മീയ കാര്യങ്ങളെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയും, ആത്മീയമായിട്ട് ജീവിക്കണമെന്ന് പറയും. നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുന്നത് സ്പിരിച്വൽ വേൾഡിലാണ്, ആത്മലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ നമുക്കറിയാം, കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവൻ നമ്മെ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാക്കി വെച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് മുന്നമേ പ്ലാനുണ്ട്. ആ വ്യക്തി എന്തായിരിക്കണം, എങ്ങനെ ചെയ്യണം. കർത്താവിനാൽ ആകർഷിച്ച് ഒരാൾ നമ്മളോട് സുവിശേഷം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ദൈവവചനത്തിലൂടെ, ദൈവിക ഒരു സന്ദർശനത്തിലൂടെ, ദൈവത്തിൻ്റെ മുന്നമേ ഉള്ള പ്ലാൻ പ്രകാരം, പദ്ധതി പ്രകാരം, അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ നമ്മളെ വിളിച്ച് ആ രാജ്യത്തിലാക്കിയതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനും ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മുന്നമേ ഉള്ള പദ്ധതി പ്രകാരമാണ് നമ്മൾ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവം എല്ലാ കാര്യങ്ങളും മുന്നമേ പ്ലാൻ ചെയ്താണ് ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും
ദൈവത്തിൻ്റെ വചനം പറയാ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അത് മുന്നമേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുകളുണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അതിൽ നമ്മളിങ്ങനെ ആ പേജസ് നീക്കി നോക്കിയാൽ നമുക്ക് കുറേ ഐക്കണുകൾ കാണാം. ഒത്തിരി ഐക്കണുകളുണ്ട്. മെസ്സേജിൻ്റെ ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, അതേപോലെ ക്യാമറയുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുമെന്ന് പറഞ്ഞാൽ പോലും അതിലും വളരെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് ക്യാമറ തന്നെ ഓൺ ചെയ്ത് നോക്കിയാൽ അതിൽ ലൈറ്റ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ കുറേ പ്രോഗ്രാമിങ് ചെയ്ത ഓപ്ഷൻസുകൾ അതിലുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ശരിയായ വിധത്തിൽ അറിയത്തില്ല. നമുക്കറിയാത്ത ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കുവാനായി കഴിയത്തില്ല. ആ ഫോൺ ഉണ്ടാക്കിയ വ്യക്തിക്ക് ഇതെല്ലാം അത് വാങ്ങിക്കുന്ന ആൾക്ക് പ്രയോജനപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്കതിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മൾ പറയും ഇതിൻ്റെ ആവശ്യമേ എനിക്കുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഫോൺ വിളിക്കണം, അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കും. അല്ല എങ്കിൽ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കും. അത് മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ബാക്കി ഒരു കാര്യത്തെക്കുറിച്ചും നമുക്കൊരു അറിവുമില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളെ നോക്കാം, ടീനേജിലായിരിക്കുന്ന അല്ലെങ്കിൽ യൗവനക്കാരെ നോക്കാം. അവരോട് ചോദിച്ചാൽ നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യം അവർക്കറിയാം. ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവർ പറയും ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ പലപ്പോഴും ഒരു കളി, ഇത്രയും നല്ലൊരു സാധനം കയ്യിലുണ്ടായിട്ട് ചൊവ്വിന് നേരിന് ഒരു ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല, ചൊവ്വിന് നേരിന് ആ കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും അവർ നമ്മളെ കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതേപോലെ നമ്മളെ കർത്താവ് സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പല പ്രോഗ്രാമിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് പറയും, അവർ ചെന്നിരുന്ന് കൈയടിച്ച് ആരാധിക്കും, ഇതാണ് അവിടെ ഇരുന്ന് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ നന്മകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയും. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കും. അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ അത് ഓപ്പണായി വരുന്നത് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ നോക്കി പറയുന്ന വാക്കുകളെ വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് കാണാൻ കഴിയും. ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണത്. അത് നിങ്ങൾ അധ്വാനിച്ചൊരു കാര്യം ചെയ്യുന്നത് പോലെയല്ല. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനം ഇവിടെ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് അന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ അത് ആ സ്വീകരിക്കുന്ന വ്യക്തികൾ ചലിക്കുന്നത്. നമുക്കറിയാം ഏട്ടന് മേൽ കർത്താവ് പകർന്ന ഒരു ഗിഫ്റ്റാണ് രോഗസൗഖ്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഏട്ടൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലരും സൗഖ്യമാകുന്നത് കണ്ടു. അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ആ മേഖലയിൽ ഒരു വിശ്വാസമുണ്ട്. നമ്മളും അടുത്തൊരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും പോയി കൈവച്ച് പ്രാർത്ഥിക്കും, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയും. ആ വ്യക്തിയിൽ ഒരു വിടുതൽ വരുന്നു. ആ മേഖലയിൽ കുറെ അറിവുകൾ നമുക്കുണ്ടായത് കൊണ്ട് നമ്മൾ അതിനെ വിശ്വാസത്തോടെ ഹാൻഡിൽ ചെയ്യുന്നു. നമുക്ക് ധൈര്യത്തോടെ കൈവച്ച് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കഴിയുന്നു. എന്നാൽ ഇതേപോലെ ഒരൈക്കണല്ല, ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനെ എത്രത്തോളം ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ മേഖലകളെല്ലാം ഓപ്പൺ ആകാനായി തുടങ്ങും. അത് സാമ്പത്തിക കാര്യമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ അത് തുറക്കപ്പെടും. രോഗസൗഖ്യം ആരാണോ അതിനെ റിസീവ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ അത് തുറക്കും. പ്രവചനം ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിലായിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും ദൈവവചനത്തിന്റെ അറിവ് എത്രത്തോളം എന്നെ തൊടുന്നുവോ എത്രത്തോളം ഞാൻ റിസീവ് ചെയ്യുന്നുവോ അത് അത്രത്തോളം എന്റെ ലൈഫിൽ ഓപ്പൺ ആയി വരും. ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോൾ നമ്മളെല്ലാവരും ടച്ച് സ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത്.
അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഫോണെല്ലാം ബട്ടണുകളായിരുന്നു. ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാറി ടച്ച് സ്ക്രീൻ വന്നപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാനായി തുടങ്ങി. ഹല്ലേലൂയ. അത് അറിയുന്ന ഒരാൾക്കാണ് ആ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റേതുപോലെ അവിടെ ഇവിടെയും തൊട്ട് കഴിയുമ്പോഴത്തേക്കും പല പല കാര്യങ്ങൾ ഓപ്പണായി വരും. പലർക്കും അതുകൊണ്ട് മെസ്സേജ് പോവും, പലരുടെ ഫോണിലേക്ക് കോള് പോവും. എന്നാൽ അതിന് ശരിയായി ഉപയോഗിക്കുന്ന ഒരാളുടെ ലൈഫിൽ അത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനം എത്രത്തോളം ഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് എൻ്റെ ഉള്ളിൽ ഓപ്പണായി വരും, എൻ്റെ ലൈഫിൽ അത് ഓപ്പണായി വരും. എത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവോ, ഗ്രഹിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം എൻ്റെ ഉള്ളിൽ ആ വാതിലുകളെല്ലാം ഓപ്പണാകാൻ തുടങ്ങും. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അതിൽ സിമ്പിളായൊരു വാക്യം ഞാൻ വായിക്കാം. ഇക്കാര്യങ്ങൾ നാം പറയുമ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം നമ്മളെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നില്ല, ആത്മാവ് നമ്മെ പഠിപ്പിച്ച വാക്കുകൾ നാം ഉപയോഗിക്കുന്നു. ആത്മീയ കാര്യങ്ങൾ വിശദീകരിക്കാൻ നാം ആത്മീയ പദങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ പറയുകയാണ്, മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിക്കണം. മാനുഷിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതായത് ഒരു മാസം ശമ്പളം കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം വീട്ടിലെ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോകും. ജോലി ഇല്ല എങ്കിൽ നമുക്കറിയാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ലോണുകൾ അടച്ചില്ല എങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഇത് ജപ്തിയായി പോകും. ഇതെല്ലാം മാനുഷിക വാക്കുകളാണ്. നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ പല കാര്യങ്ങളും അറിയാം, പല കാൽക്കുലേഷൻസും അറിയാം. ഇന്നത് ചെയ്തില്ല എങ്കിൽ ഇന്നത് നടക്കത്തില്ല. ഞാൻ ഒരു ജോലിക്ക് പോകുന്നില്ല എങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കത്തില്ല. ഈ ലോണുകൾ ശരിയായ വിധത്തിൽ അടച്ചില്ല എങ്കിൽ ആ വസ്തു എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകും. എന്നാൽ കുറച്ച് കാലം മുമ്പ് 1.5 കൊല്ലം നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആരും ജോലിക്ക് പോയില്ല, ആരും പുറത്തിറങ്ങിയില്ല. പക്ഷെ പലരും ഒന്ന് പറഞ്ഞു, കർത്താവ് എന്നെ ശ്രേഷ്ഠമായിട്ട് നടത്തിയെന്ന് പറഞ്ഞു. വീട്ടിനകത്ത് അടച്ചിരുന്നിട്ട് 3 നേരം സുഭിക്ഷമായി ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇത് മാനുഷിക ജ്ഞാനമല്ല, ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. കർത്താവ് തന്നെ മക്കളെ പോറ്റുന്നു എന്നത്. ഹല്ലേലൂയ. മാനുഷിക ജ്ഞാനം എന്നോട് എന്ത് പറയും? ഈ സീസണിൽ നീ ഈ കാര്യങ്ങളിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊയ്ത്ത് കാലം വരുമ്പോൾ വളരെ വലിയൊരു വിളവ് കിട്ടും. നീ ഇപ്പോൾ മടിയനായി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നീ പട്ടിണിയിലേക്ക് പോകും. മാനുഷിക ജ്ഞാനം നമ്മളോട് പലതും പറയുന്നുണ്ട്. ആളുകൾ ചോദിക്കും, നിങ്ങളിങ്ങനെ ഫുൾ ടൈം പോയിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്? ഹല്ലേലൂയ. ഏത് സമയം ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? മാനുഷിക ജ്ഞാനം നമ്മളോട് പലതും പറയും. നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയിരുന്ന് ഇത്രയും നേരം ഇന്നത് ചെയ്യുന്നത്? മാനുഷിക ജ്ഞാനം നമ്മളോട് പലതും പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ നടത്തേണ്ടത് മാനുഷിക ജ്ഞാനമല്ല, ആത്മീയമായി അത് എന്നെ നടത്തുവാനായി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആത്മീയ കാര്യങ്ങൾ, ആത്മീയ അനുഭവങ്ങളിൽ ജീവിക്കാനായി തുടങ്ങും. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഞാൻ ജീവിക്കുവാനായി തുടങ്ങും. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 1 തീമോഥെയോസ് 1:18. മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. തീമോഥെയോസിനോട് പറയുകയാണ്, നിനക്കുണ്ടായിരിക്കുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം നിന്നോട് ഞാൻ ചിലത് പറയാം. എന്താണെന്നറിയാവോ? നീ അതനുസരിച്ച് നടക്കണം. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അതിനെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതിനെ അനുസരിക്കണം.
ദൈവത്തിന്റെ വചനം എന്നോട് എന്ത് പറയുന്നുവോ അതിനെ ഞാൻ യെസ് എന്ന് സ്വീകരിക്കാനിടയാകണം. ഇവിടെ നിന്ന് സംസാരിക്കുന്ന ദൈവവൃത്യന്മാർ, ബ്രദർ എന്തെങ്കിലും പറയോ? ഇവിടെ ശുശ്രൂഷിക്കുന്ന പലരും ഉണ്ട് അല്ലേ? നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലീഡേഴ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഇന്നത് ചെയ്യണം, കർത്താവ് നിങ്ങളുടെ കൈകളിലൂടെ ചലിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പറയും, എനിക്കതിന് കഴിവില്ല, എനിക്കതിന് ബലമില്ല, ഞാൻ പാട്ടുപാടിയാൽ ശരിയാകില്ല, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചാൽ ശരിയാകത്തില്ല, ഞാൻ ആലോചന പറഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് വിശ്വാസം പറയുവാനുള്ള ബലമില്ല. നമ്മളെല്ലാവരും അതിന് തിരിച്ച് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്നെ പ്രോഗ്രാം ചെയ്ത് ആക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ആ ദൈവ ശബ്ദത്തെ നീ എപ്പോൾ റിസീവ് ചെയ്യുന്നുവോ, അതിനോട് നീ യെസ് എന്ന് പറയുന്നുവോ, ആ സമയം മുതൽ അത് ചലിക്കുവാനായി തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം കൺഫസ് ചെയ്യുമ്പോൾ അത് എന്നിൽ ചലിക്കുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് പറയരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സാഹചര്യത്തെ നോക്കി സംസാരിക്കരുതെന്ന് പറയുന്നത്. സാഹചര്യം എന്താണോ നമ്മളോട് പറയുന്നത് അതുപോലെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവിക നന്മകൾ ഓപ്പണായി വരത്തില്ല, ദൈവരാജ്യത്തിന്റെ അനുഭവം ഓപ്പണായി വരത്തില്ല. ദൈവവചനം എന്നോട് എന്ത് പറയുന്നുവോ അത് ഞാൻ റിസീവ് ചെയ്താൽ സാഹചര്യം എന്റെ ലൈഫിൽ ഒന്നും ചെയ്യത്തില്ല. അതിന് പകരം കർത്താവിന്റെ കരം എന്റെ മേൽ ചലിക്കുവാനായി തുടങ്ങും. ഇത് നമ്മൾ എന്നും കേൾക്കുന്നവരാണ് എങ്കിലും നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മൊബൈലിനെ അത് മാനുഫാക്ചർ ചെയ്ത വ്യക്തികൾ പ്രോഗ്രാമിംഗ് ചെയ്തതനുസരിച്ചാണ് ആ മൊബൈൽ വർക്കാവുന്നത്. എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളെ എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് എന്തെന്നില്ലാതെ കത്തുവാനായി തുടങ്ങും. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദിക്കുവാനായി തുടങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എന്തോ ഒരു ഉന്മേഷം വരുന്നത്, ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവം പോലെ തോന്നുന്നത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. വരണ്ടുണങ്ങിയ സ്ഥലത്തു നിന്ന് നീറിറവയിലേക്ക് വന്ന പോലെ ഒരു സന്തോഷമല്ലേ? ആ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ ഉള്ളം ജീവൻ വെക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ പറയണം, ഞാൻ വിശ്വസിക്കണം. ഞാൻ സാഹചര്യത്തെ നോക്കി സംസാരിച്ചാൽ, നെഗറ്റീവ് വാക്കുകൾ സംസാരിച്ചാൽ അതെനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ലൈഫിൽ ഓപ്പൺ ആകത്തില്ല. ദൈവരാജ്യം എന്ന ആഴമേറിയ അനുഭവത്തിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഭൂമി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ആകുവാനിടയാകണം. സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയുമാകണമെന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ച് ആ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നത്. ആ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം, കർത്താവിനോടൊപ്പം നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. അമ്മയുടെ പേര് ഏലിയാമ്മ എന്നാണ്. ചെമ്പക്കരയിൽ നിന്ന് വരുന്നു. അമ്മയുടെ 2 മക്കളുടെ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ ഇളയ മകന് ഷിപ്പ്യാർഡിൽ ഇൻചാർജായി ജോലി കിട്ടിയെന്നാണ് പറയുന്നത് പ്രാർത്ഥനയുടെ ഫലമായി. അതുപോലെ തന്നെ മൂത്ത മകന്റെ സ്വഭാവം മാറി എന്നാണ് പറയുന്നത്. 2 കാര്യങ്ങളിൽ അത്ഭുതം ഉണ്ടായി. ഷിപ്പ്യാർഡിൽ ജോലി കിട്ടി, ഷിപ്പ്യാർഡിൽ ജോലി കിട്ടി. മറ്റേ സ്വഭാവവും മാറി, പഴയ സ്വഭാവം അല്ലിപ്പം. അതൊരു വലിയ കാര്യമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി, സന്തോഷമായിട്ട് പറയാം. ബ്രദറെ, ഈ അപ്പച്ചന്റെ പേര് കോശി എന്നാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കടന്നു വരുന്നു. അപ്പച്ചന്റെ കൊച്ചുമോളുടെ സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. കൊച്ചുമോൾ ജുഹാനയ്ക്ക് 2023 നവംബറിൽ നട്ടലിന് വളവിനെ തുടർന്നൊരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി സമയത്തെല്ലാം അപ്പച്ചൻ ചർച്ചിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സർജറി നടന്നു. ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം ദൈവം കൊടുത്തു. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അമ്മയുടെ പേര് സോഫിയ. അമ്മയ്ക്ക് പറയാനുള്ളത് മോനുണ്ടായ ഒരു സാക്ഷ്യമാണ്. മോന്റെ പേര് ബിബിൻ. മോൻ ഇറ്റലിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂ ബാംഗ്ലൂർ, പക്ഷെ അത് ഫെയിലായി.
രണ്ടാമത്തെ ഇൻ്റർവ്യൂ എറണാകുളത്തായിരുന്നു. ആ സമയത്താണ് അമ്മ നമ്മുടെ ചർച്ചിലോട്ട് വരികയും ബ്രദറിൻ്റെ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ ഈ ഇൻ്റർവ്യൂ പാസ്സായും ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത കോട്ടയം മീറ്റിങ്ങിന് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മയുടെ വിശ്വാസം, മോന് ജോലി ലഭിച്ചു. അമ്മ സ്പോൺസർ ചെയ്യാമെന്നും കർത്താവിനോട് പറഞ്ഞു. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മോനെ എന്നാ ഇറ്റലി പോകുന്നതെന്നാ? 2019. ഇറ്റലിയിലാണോ മോൻ? അതെ, ഞാൻ 5 വർഷമായിട്ട് പോണ. ഈ കഴിഞ്ഞ മാർച്ചിലാണ് വന്നത്. അപ്പോൾ 2019 പോയി. അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞു. അതായത് 10 വർഷമായിട്ട് അവിടുത്തെ ഡോക്യുമെൻസിന് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് നാട്ടിൽ പോകാതെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. ആ സമയത്ത് ഞാൻ ചെന്നു 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടുത്തെ ഫ്ലൂസി എന്ന് പറഞ്ഞ പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഇറക്കി. ഇപ്പോൾ ദൈവം സഹായിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്കായി അവിടുത്തെ. സന്തോഷമായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. സന്തോഷമായിട്ട് പറഞ്ഞേട്ടെ. ഈ അമ്മച്ചിയുടെ പേര് തങ്കമ്മ എന്നാണ്, പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. തങ്കമ്മയാണ്, പത്തനംതിട്ട. 2021 അവസാനം ഒരു സ്ട്രോക്ക് വന്നു. 6 ദിവസം ICUയിൽ കിടന്നു. 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. പ്രയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. അമ്മയ്ക്ക് അമ്മയുടെ സ്ട്രോക്ക് വന്നായിരുന്നു, തളർന്നുപോയി. എന്നാൽ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരുവാൻ പ്രാർത്ഥന സഹായിച്ചു. നമ്മുടെ പ്രാർത്ഥനയോട് വിളിച്ച് പറയാൻ കുഞ്ഞിനോട് പറഞ്ഞു. എനിക്ക് പറയത്തുള്ളായിരുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥന ആരോ എടുത്തേച്ച് പറഞ്ഞു, എല്ലാം പ്രാർത്ഥനയാണ്. അപ്പം എടുത്തേച്ച് അവർ പ്രാർത്ഥിച്ചു. ഞാൻ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നമ്പരെല്ലാം പറഞ്ഞു. ഇപ്പം അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുവോ? അതെ, ആ പ്രാർത്ഥന കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമായിട്ട് വടിയെ നടക്കുമായിരുന്നു. ഇപ്പോൾ വടിയുടെ ആവശ്യമില്ല. 23-ാം സങ്കീർത്തനം ഞാൻ വായിച്ചു. അതിനകത്ത് ഞാൻ ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു വടിയുടെ സഹായത്തിൽ അമ്മ പോയിക്കൊണ്ടിരുന്നേ, ഇപ്പോൾ വടിയുടെ സഹായം ആവശ്യമില്ല. സന്തോഷമായിട്ട്. ബ്രദറെ കുട്ടിയുടെ പേര് ശാരി എന്നാണ്. തിരുവല്ല ചർച്ചിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവൾക്ക് മൂത്ത കുട്ടി ഉണ്ടായ സമയത്ത് ഫീഡിങ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. കാരണം ഫീഡിങ് ഒട്ടുമില്ലായിരുന്നു. ആ സമയത്ത് ഇവൾ കട്ടിലിൽ കുഞ്ഞുമായിട്ട് കിടന്ന് കരയുന്ന സമയത്ത് ബ്രദറിൻ്റെ അന്നത്തെ 12 മണിക്കത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ ബ്രദർ ഇങ്ങനെ ദൂത് പറഞ്ഞു, ഒരു മാതാവ് കുഞ്ഞുമായി കിടന്നിട്ട് ഫീഡ് ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്നെന്ന് പറയുവാനിടയായി. അപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയം മുതൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇപ്പോൾ 2ാമത്തെ കുട്ടിയും ഉണ്ടായി. അതിനും ഒരു പ്രശ്നവുമില്ലാതെ അവൾ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നതാണ് സാക്ഷീകരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ദൈവിക നന്മകൾക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് അനുഭവിക്കുവാൻ നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ച ആ വിളിയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, ആമേൻ, ആ പ്രയാസത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഇവരായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ആ സ്നേഹത്തിൽ ജീവിക്കട്ടെ അപ്പാ. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവെ, ആ അവെയർനെസ്സിൽ, ആ ബോധത്തിലായിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അപ്പോൾ ഈ കുടുംബങ്ങളിൽ ദൈവം വാഴുന്ന അനുഭവം ഉണ്ടാകട്ടെ അപ്പ. ദൈവം വാഴുന്ന അനുഭവം ഉണ്ടാകട്ടെ അപ്പ. ദൈവം വാഴുന്ന അനുഭവം ഉണ്ടാകട്ടെ അപ്പ. കർത്താവെ, കുഞ്ഞുകുട്ടികൾ പോലും അത് അനുഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി അപ്പ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി അപ്പ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പ. ഈ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ബിസിനസ്സിൽ പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തി, താൻ പലതും ചെയ്തു നോക്കുക, താൻ കടം മേടിച്ചു ചിലത് ചെയ്യുന്നു, പക്ഷേ അതിന്മേലൊന്നും ഒരു
അനുഗ്രഹം ഉണ്ടാകുന്നില്ല, അതിന്മേലൊന്നും ഒരു അനുഗ്രഹം ഉണ്ടാകുന്നില്ല. ആ വ്യക്തിയോട് കർത്താവ് പറയുക, കർത്താവിങ്കിലേക്ക് വരാൻ പറയുക, കർത്താവിങ്കിലേക്ക് മനസ്സിനെ തിരിക്കാൻ പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കുന്നു. പുറകെ നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത് ഉടയട്ടെ അപ്പാ. അതോടൊപ്പം തന്നെ കർത്താവെ, തൻ്റെ പഠനത്തോട് ബന്ധിക്കപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പഠിച്ചാലൊന്നും മനസ്സിലാകുന്നില്ല, മുൻപോട്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല, ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ആ കാര്യങ്ങൾ ചിന്തിച്ചാൽ നിരാശ മാത്രമാണ് മനസ്സിലുള്ളത്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്, ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ചലിച്ചാട്ടെ അപ്പാ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിറച്ചാട്ടെ, അവിടുത്തെ കൃപയിൽ നിറച്ചാട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.